ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനം 116 സങ്കീർത്തനം 2 വാക്യം. 116 സങ്കീർത്തനം 2 വാക്യം. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ഈ പുതിയ ദിനത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെവി ചായ്ച്ച് നമ്മെ കേൾക്കുന്ന ദൈവം, ചെവി ചായ്ച്ച് നമ്മെ കേൾക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ നിലവിളികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യഭാരങ്ങളും ചെവി ചായ്ച്ച് കേൾക്കുന്ന ഒരു ദൈവം. എന്നെ കേൾക്കാൻ ആരുണ്ട്, എന്നെ അറിയാൻ ആരുണ്ട്, എന്നെ മനസ്സിലാക്കാനായി ആരുണ്ട്? ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഒന്ന് വ്യക്തമായി ബോധ്യപ്പെടുക, ചെവി ചായ്ച്ച് നമ്മെ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതും ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നതും. ചെവി ചായ്ച്ച് കേൾക്കുന്ന ദൈവം. നാം ഏത് പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യയോ, ഏത് ഭാരങ്ങളുടെ മധ്യയോ, ഏത് വേദനകളുടെ മധ്യയോ ആയിക്കൊള്ളട്ടെ, ചെവി ചായ്ച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെടണം. ചെവി ചായ്ച്ച് ദൈവം കേൾക്കുന്നത് കൊണ്ട് തന്നെ ജീവകാലം മുഴുവനും, നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. മറന്നു പോകരുതേ. ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിരന്തരമായി പരിപാലിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചെവിചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, ഈ മനോഹരമായ പുതിയ ദിനത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുന്നതുകൊണ്ട് സ്തോത്രം. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ അറിയുന്ന, ചെവി ചായ്ച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ബോധ്യപ്പെടാനുള്ള കൃപകളെ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവകാലം മുഴുവനും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയും ഞങ്ങൾക്ക് തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിനം അനുഗ്രഹിച്ച് നൽകണമേ. ഇന്നത്തെ അധ്വാനങ്ങളിലും പ്രവൃത്തികളിലും ഇടപെടുന്ന എല്ലാ മേഖലകളിലും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെയും ദൈവകൃപ ധാരാളമായി അനുഭവിപ്പാനങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യേ ആയിരിക്കുന്നവരുണ്ട്, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ചെവി ചായ്ച്ച് കേൾക്കുന്ന ഒരു ദൈവത്തെ അവിടെ അനുഭവിച്ചറിയാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചില ദൂരയാത്രകൾ പോകുന്നവരുണ്ട്, ചില ട്രീറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്നവരുണ്ട്, വ്യത്യസ്തമായ ഇടങ്ങളിൽ പോയി ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടവരുണ്ട്. എല്ലാ കാര്യങ്ങളിലും സർവശക്തനായ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലെ സമാധാനവും സന്തോഷവും ഐക്യവും കർത്താവ് നൽകണമേ. വിദേശത്തും ദൂരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഭദ്രമായി ദൈവം കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ. കർത്താവ് കൂടെ ഇരിക്കണം. ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.